ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുകയാണല്ലോ. ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? നിയമവിദഗ്ധരുടെ അഭിപ്രായം എന്താണ് അഭിലാൽ? ചൊവ്വാഴ്ച ഹർജി പരിഗണിച്ച കോടതി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഇന്നത്തേക്ക് പരിഗണിക്കാൻ മാറ്റുകയാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ് ഹാജരാവുക. കേസിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ജാമ്യം പ്രതിക്ക് എത്രയും വേഗം ലഭ്യമാക്കണമെന്നുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് വാദം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഭാഗം ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. മാത്രവുമല്ല, തുടർന്ന് ഈ കേസിന് സമാനമായ രീതിയിലുള്ള പല പരാതികൾ പ്രതിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. എന്തായാലും പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ 11 മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ കേസ് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് വിശദമായ വാദത്തിനായി ഇന്ന് തന്നെ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. ഇരുഭാഗത്തെയും വാദങ്ങൾ കേൾക്കുന്ന കോടതിക്ക് ഇന്ന് തന്നെ വിധി പറയാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വിധി പറയാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കാം. നിയമ വിദഗ്ധരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജാമ്യ ഹർജി തള്ളാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഉന്നത നീതിപീഠത്തെ പ്രതിഭാഗം സമീപിക്കും. അത് ജില്ലാ കോടതിയെ ആകാനാണ് സാധ്യത. അതല്ല എങ്കിൽ അവിടെ നിന്നും തിരിച്ചടി നേരിടുന്ന പക്ഷം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിയമപരമായ ഒരു പോരാട്ടത്തിന്റെ നാളുകൾ തന്നെ ആയിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ളത് നിശ്ചയമാണ്. 21-ാം തീയതി അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട കേസിൽ അറസ്റ്റ് തടഞ്ഞ വിഷയത്തിൽ തന്നെ തുടർവാദങ്ങൾ ഹൈക്കോടതിയിൽ വരികയാണ്. ആ വിഷയം അടക്കം ഉള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തും. തുടർച്ചയായി സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ആൾ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ളതായിരിക്കും പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാട്. എന്തായാലും കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഉച്ചയോടുകൂടി ഏറെക്കുറെ നമുക്ക് ഒരു ധാരണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.